السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം നാളെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് നമ്മുടെ മീസാനിൽ ഖനം തൂകുന്ന ഒരു വലിയ അമലായി ഈ ഒരു ഇരുത്തത്തെ മാറ്റുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം രചിച്ച കവിതയായ അൽ ഉർജൂസത്തുൽ മീഇയ ഫീ ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന് പറയുന്ന കവിതയാണ്. അതിൽ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ 1-ാം വർഷവും 2-ാം വർഷവും നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചു. അൽഹംദുലില്ലാഹ്, 1-ാം വർഷത്തിൽ നടന്നതും 2-ാം വർഷത്തിൽ നടന്നതും അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചു. 1-ാം വർഷം നടന്ന 10 സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദർസിൽ മറ്റുമായി 1-ാം വർഷം നടന്ന 10 സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 2-ാം വർഷം നടന്ന 14 സംഭവങ്ങളും നമ്മൾ വിശദീകരിച്ചു. അൽഹംദുലില്ലാഹ്. ഇന്ന് ഇൻഷാ അല്ലാഹ് മദീന ജീവിതത്തിലെ 3-ാം വർഷം നടന്ന സംഭവങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ആ വരികൾ നമ്മുടെ സഹോദരൻ സഅദ് പാരായണം ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والغزو في الثلاثة المشتهرة في غطفان وبني سليم وأم كلثوم بنت الكريم زوج عثمان بها وخصفه ثم تزوج النبي حفصة وزينبا ثم غزا إلى أحد في شهر شوال وحمراء الأسد. جزاكم الله خيرا. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് വൽ ഗസ്വു ഫി സാലിസത്തിൽ മുസ്തഹിറ ഫി ഗത്ഫാന വബനി സുലൈം. പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങളെ പറ്റിയാണ് ഷെയ്ഖ് റഹിമഹുല്ലാ ഇവിടെ പറയുന്നത്. 3-ാമത്തെ വർഷത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ വർഷത്തിൽ 3-ാം വർഷത്തിൽ യുദ്ധങ്ങൾ ധാരാളമായി വർദ്ധിച്ചു. ഹിജറ 3-ാം വർഷത്തിൽ യുദ്ധങ്ങൾ ധാരാളമായി വർദ്ധിച്ചു. ഇതിൽ ആദ്യമായി പറഞ്ഞ യുദ്ധം ഗത്ഫാൻ യുദ്ധത്തെ പറ്റിയാണ്. ഗത്ഫാൻ ബദർ യുദ്ധത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിരിക്കുന്ന വലിയൊരു പടയൊരുക്കമാണ് ഗത്ഫാൻ പടയൊരുക്കം. ഈ ഒരു യുദ്ധത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ഗസ്വത്തു സി അംർ എന്നാണത്. ഗസ്വത്തു സി അംർ എന്നും ഈ യുദ്ധത്തിന് പേരുണ്ട്. എന്തായിരുന്നു ഈ യുദ്ധത്തിന് പിന്നിലുള്ള കാരണം? നമ്മൾ പറഞ്ഞിരുന്നു, ഓരോ യുദ്ധവും നടക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന പ്രധാന കാരണം, ബനു സഅലബ എന്ന് പറയുന്ന ഗോത്രത്തിലെ ഗത്ഫാൻ എന്ന് പറയുന്ന സംഘം മദീന ആക്രമിക്കാൻ വരുന്നതായി മദീനക്കാർക്ക് വിവരം ലഭിച്ചു. ബനു സഅലബ എന്ന് പറയുന്ന വലിയ ഗോത്രത്തിലെ ഉപഗോത്രമായ ഗത്ഫാൻ എന്ന് പറയുന്ന ആളുകൾ മദീന ആക്രമിക്കാൻ വരുന്നു എന്ന വാർത്ത മദീനക്കാർക്ക് വിവരം ലഭിച്ചു. മദീനക്കാർ ഈ വിവരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. 450ഓളം ആളുകളുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗത്ഫാൻ എന്ന് പറയുന്ന ഗോത്രത്തിനെതിരെ പുറപ്പെട്ടു. പറഞ്ഞതുപോലെ 450ഓളം ആളുകളുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടു. മദീനയുടെ താൽക്കാലിക ഭരണം ആരെയാണ് ഏൽപ്പിച്ചത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചു, അഥവാ മരുമകനെ. അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ച് ബനു സഅലബ ഗോത്രത്തിലെ ജുബാർ എന്ന വ്യക്തിയെ മുസ്ലിമീങ്ങൾ കണ്ടുമുട്ടി. ജുബാർ എന്ന് പറയുന്ന വ്യക്തിയെ, ബനു സഅലബ ഗോത്രത്തിലെ ജുബാർ എന്ന് പറയുന്ന വ്യക്തിയെ മുസ്ലിമീങ്ങൾ കണ്ടുമുട്ടി. അദ്ദേഹം അള്ളാഹുവിന്റെ തൗഫീഖിനാൽ ഇസ്ലാം സ്വീകരിച്ചു. ജുബൈർ എന്ന് പറയുന്ന ആ വ്യക്തി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഗത്ഫാൻ ഗോത്രത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തത് ജുബാർ റളിയല്ലാഹു അൻഹു ആണ്. ഈ വിവരമറിഞ്ഞ ഗത്ഫാൻ ഗോത്രക്കാർ ഒരു മലമുകളിൽ അഭയം പ്രാപിച്ചു. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ഒരു പ്രത്യേകതയായിരുന്നു,
റസൂലും സംഘവും അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത ശത്രുക്കളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ പേടി ഉണ്ടാകുമെന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നൽകിയ ഒരു കാര്യമാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ആ ഗോത്രം വെള്ളം ശേഖരിച്ചിരുന്ന സീ അമ്ര എന്ന ഒരു അരുവിയുടെ അടുക്കൽ തമ്പടിച്ചു. ഇതുകൊണ്ടാണ് ഈ യുദ്ധത്തിന് സീ അമ്ര എന്ന പേര് വരാനുള്ള കാരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും ഗത്ഫാൻ ഗോത്രക്കാർ വെള്ളം ശേഖരിച്ചിരുന്ന സീ അമ്ര എന്ന അരുവിയുടെ അടുക്കൽ തമ്പടിച്ചു. മദീനയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിത്. മദീനയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും ദിവസങ്ങൾ ഇവിടെ ചിലവഴിച്ചു. അവരാകട്ടെ മലമുകളിൽ തന്നെ അഭയം പ്രാപിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണെങ്കിൽ ഇവരെ പിടികൂടാൻ സാധിച്ചതുമില്ല. ഇവർ മലമുകളിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സിയമ്ര എന്ന് പറയുന്ന അരുവിക്ക് തൊട്ടടുത്തുമാണുള്ളത്. അങ്ങനെ ഇവരെ പിടികൂടാൻ സാധിക്കാത്തതിനാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് മദീനയിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇതാണ് ഗത്ഫാൻ എന്ന രൂപത്തിൽ ചരിത്രത്തിൽ പറയപ്പെടുന്നത്. ഹിജ്റ 3-ാം വർഷത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഗത്ഫാൻ പടയൊരുക്കം. യഥാർത്ഥത്തിൽ ഇവിടെയും എന്ത് സംഭവിച്ചിട്ടില്ല? യുദ്ധം നടന്നിട്ടില്ല. ഇവിടെയും യുദ്ധം നടന്നിട്ടില്ല. ഇതിന്റെ കൂടെ തന്നെയാണ് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ല ഏത് കാര്യം പറഞ്ഞിരിക്കുന്നത്? ബനു സുലൈം എന്നുള്ള ആ ഒരു കാര്യം, അഥവാ ഗസ്വത്തു ബനു സുലൈം. പക്ഷേ അദ്ദേഹം ഉദ്ധരിച്ചത് കാണുമ്പോൾ രണ്ടും ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്, അല്ലെ? ആ കവിതയിൽ അങ്ങനെയാണുള്ളത്. രണ്ടും ഒരുമിച്ചിട്ടാണ് ഷെയ്ഖ് റഹിമഹുല്ല പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ബനു സുലൈം യുദ്ധം മറ്റൊരു സംഭവമാണ്. ഇത് രണ്ടും ഒന്നല്ല, മറിച്ച് ബനു സുലൈം മറ്റൊരു സംഭവമാണ്. അത് ഹിജ്റ 3-ാം വർഷത്തിലല്ല നടന്നത്, ഹിജ്റ 2-ാം വർഷത്തിലാണ് ബനു സുലൈം യുദ്ധം നടക്കുന്നത്. ബദർ യുദ്ധത്തിന് ശേഷം തൊട്ടുടനെയാണ് ബനു സുലൈം യുദ്ധം നടക്കുന്നത്. ബദർ യുദ്ധം കഴിഞ്ഞ് മദീനയിൽ മടങ്ങി വന്നതിന് 7 ദിവസത്തിന് ശേഷം. നമ്മൾ പഠിച്ചിരുന്നു ബദർ യുദ്ധം നടന്നത് ഹിജ്റ വർഷം 2-നാണ്. ആ 2-ന് നടന്നതിൽ തന്നെ ബദർ യുദ്ധത്തിന് 7 ദിവസത്തിന് ശേഷമാണ് ബനു സുലൈം പുറപ്പാട് ഉണ്ടായിരുന്നത്. ഇതും യഥാർത്ഥത്തിൽ എന്ത് നടന്നിട്ടില്ല? ബനു സുലൈം യുദ്ധം നടന്നിട്ടില്ല. മറിച്ച് കുദിർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ മാറിപ്പോവുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും മദീനയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. യുദ്ധം നടന്നത് ഹിജ്റ 2-നാണ് എന്നതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി 3-ാം വർഷത്തിലെ സംഭവമായിട്ടാണ് കൊണ്ടുവന്നതെങ്കിലും അത് ശരിയല്ല. വല്ലാഹു അഅലം. ഇതാണ് 1-ാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പറയുന്ന കാര്യം വ ഉമ്മു കുൽസൂമിൻ ഇബ്നത്തുൽ കരീമി സവ്വജ ഉസ്മാനു ബിഹാ വഖസ്സ. ഇവിടെ എന്താണ് പറയുന്നത്? ഉമ്മു കുൽസൂമുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഉമ്മു കുൽസൂമുമായി ആരുടെ വിവാഹം? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹമാണ് പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നത്. ഹിജ്റ 3-ാം വർഷത്തിൽ നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട 2-ാമത്തെ സംഭവമാണ് ഇത്, അഥവാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ആരെയാണ് വിവാഹം ചെയ്തത്? ആരെ? അഹ്സൻ, റുഖയ്യ റളിയല്ലാഹു അൻഹ, റുഖയ്യ ബിൻത്ത് മുഹമ്മദ് റളിയല്ലാഹു അൻഹ. അങ്ങനെ ഇവർ മരണപ്പെട്ടത് ഏത് വർഷത്തിലായിരുന്നു? ഹിജ്റ 2-ാമത്തെ വർഷത്തിലായിരുന്നു. നമ്മൾ അത് ദർസിൽ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ഹിജ്റ 3-ാം വർഷത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു മകളായ ഉമ്മു കുൽസൂമിനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തു കൊടുത്തു. ഇതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എന്ത് പേര് വിളിക്കുന്നത്? ദുന്നൂറൈൻ, 2 പ്രകാശത്തിന്റെ ആൾ എന്ന അർത്ഥത്തിൽ വിളിക്കാനുള്ള കാരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ ആര് വിവാഹം ചെയ്തിട്ടുണ്ട്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്? പിന്നീട് പറയുന്നത് തസവ്വജ ഹഫ്സത ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് അഫൻ സുമ്മ തസവ്വജ നബിയു ഹഫ്സ. എന്താണ്? പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെ വിവാഹം ചെയ്തു?
ഹഫ്സ ഇബ്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹ അവരെ വിവാഹം ചെയ്തു. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ അൽ ഫുസൂൽ ഫി സീറത്തി റസൂൽ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം, തസവ്വജ ഹഫ്സത ബിൻ ഉമർ ബിൻ ഖത്താബ് ഫി സനതി സാലിസ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത് ഏത് വർഷത്തിലാണ്? ഹിജ്റ 3-ാം വർഷത്തിലാണ് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹഫ്സ റളിയല്ലാഹു അൻഹ ആദ്യം ഉനൈസ് ഇബ്നു ഹുദാഫ എന്ന് പറയുന്ന വ്യക്തിയെ വിവാഹം ചെയ്തിരുന്നു. ഉനൈസ് ഇബ്നു ഹുദാഫ അദ്ദേഹം മദീനയിൽ വെച്ച് മരണപ്പെടുകയും അതിനുശേഷമാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ മറ്റൊരു വിവാഹം ആലോചിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം ആരോടാണ് ഈ വിവരം പറയുന്നത്? അഥവാ എന്റെ മകൾ വിവാഹം ആലോചിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊരു അഭിപ്രായം ഉമർ റളിയല്ലാഹു അൻഹു ആരോടാണ് ആദ്യം ചോദിക്കുന്നത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് കാര്യം പറയും, എന്റെ മകൾ ഹഫ്സയെ വിവാഹം ആലോചിക്കാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ എന്ന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിരസിച്ചു. ഇത് വലിയ പ്രയാസമുണ്ടാക്കേണ്ട കാര്യമൊന്നുമല്ല അല്ലെ? നമ്മുടെ നാട്ടിൽ ചില ആളുകൾ വളരെ പ്രയാസത്തിൽ പറയുന്നതായി കാണാം, ഞാൻ ഇന്നയാളോട് കല്യാണത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു, പക്ഷെ അവരുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തന്നില്ല. ഇതിൽ വലിയ പ്രയാസപ്പെടേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. പല ശ്രേഷ്ഠരായ സഹാബിമാരും ഇതുപോലെ പല ആളുകളെയും വിവാഹം ആലോചിച്ചപ്പോഴും അവർ നിരസിച്ചിട്ടുണ്ട്. അത് പ്രയാസപ്പെടാനില്ല, കാരണം അതിനേക്കാൾ ഖൈറായതാണ് നടക്കാൻ പോകുന്നത്. നോക്കൂ, ഹഫ്സ റളിയല്ലാഹു അൻഹയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അദ്ദേഹം നിരസിച്ചു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ആരുടെ അടുക്കലേക്കാണ് പോകുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയി ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തില്ല? ഒന്നും മിണ്ടിയില്ല. ഇവിടെ അബൂബക്കർ സിദ്ദീഖ് എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആലോചിക്കുന്നുണ്ട് എന്നത് ആർക്കറിയാം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അറിയാം. ഉറ്റ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സയെ വിവാഹം ആലോചിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അറിയാം. അതിനാൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സയെ വിവാഹം ചെയ്തു. ഇവിടെ ഒരു മനോഹരമായ മര്യാദ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിക്കുന്നുണ്ട്. എന്താണത്? വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളന്ന് ചോദിച്ചപ്പോൾ തിരിച്ചു മറുപടി പറയാതിരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിക്കുന്ന വിവരം എനിക്കറിയാമായിരുന്നു. അതിനാൽ തന്നെയാണ് ഞാൻ ഈ കാര്യം ഒന്നും പ്രത്യേകിച്ച് പറയാതിരുന്നത്. അതുകൊണ്ട് എന്നോടൊരു പ്രയാസം തോന്നരുത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ പറയുകയാണ്. നമ്മൾ ഇതുപോലെ ആളുകൾ എന്തെങ്കിലും തെറ്റിദ്ധരിക്കാൻ സാധ്യതകൾ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? അത് വ്യക്തമാക്കി കൊടുക്കണം. അതല്ല ആളുകൾ എന്തും കരുതിക്കോട്ടെ, നമ്മളുടെ മനസ്സ് നന്നായാൽ മതിയല്ലോ എന്നത് ഒരു ശരിയായ ധാരണയല്ല. മറിച്ച് ആളുകൾ നമ്മളെപ്പറ്റി തെറ്റിദ്ധരിക്കാൻ സാധ്യതകൾ ഉണ്ട് എങ്കിൽ അത് തിരുത്തണം. എന്താണ് അതിനുള്ള തെളിവ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹഫ്സ റളിയല്ലാഹു അൻഹയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില സഹാബിമാരെന്ത് ചെയ്തു? നടത്തം ഒന്ന് പെട്ടെന്നാക്കി. കാരണം സഹാബിമാർക്കറിയാം അത് റസൂലിന്റെ ഭാര്യയോട് സംസാരിക്കുന്നതാണ്, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പ്രയാസം തോന്നണ്ട എന്ന നിലയ്ക്ക് സഹാബിമാരെന്ത് ചെയ്തു? പെട്ടെന്ന് നടന്നു പോയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദിഹി ഹഫ്സ റളിയല്ലാഹു അൻഹ. റസൂൽ പറഞ്ഞു, ഇത് ഹഫ്സയാണ് എന്ന്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അവർ തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ്. റസൂലിനോട് സഹാബിമാർ പറഞ്ഞു, റസൂലെ അത് നമുക്കറിയാം, അങ്ങേ നമ്മൾ തെറ്റിദ്ധരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, ശൈത്താൻ ഇബ്നു ആദമിന്റെ രക്തങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ടോ അതിലൂടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ശൈത്താൻ എന്ത് ചെയ്തേക്കാം? പല രൂപത്തിലുള്ള വസ്വാസുകൾ ഉണ്ടാക്കിയേക്കാം എന്ന അർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഹിജ്റ 3-ാം വർഷം നടന്ന പ്രധാനപ്പെട്ട സംഭവമായിട്ടുള്ള കാര്യം ഹഫ്സ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിക്കാഹ് ആയിരുന്നു. അതുപോലെ തന്നെ 4-ാമത്തെ സംഭവം വസൈനബ. ആ ബൈത്തിന്റെ ബാക്കിയാണ് വസൈനബ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ, സൈനബ് ബിൻത് ഖുസൈമ
അൽ ഹിലാലി റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം നടന്നു. ഇവരുടെ കുനിയത്ത് എന്താണ്? സൈനബ് റളിയല്ലാഹു അൻഹയുടെ കുനിയത്ത് ആർക്കാണ് അറിയുന്നത്? ഉമ്മുൽ മസാക്കീൻ. എന്താണ്? ഉമ്മുൽ മസാക്കീൻ എന്നാണ് ഇവരുടെ കുനിയത്ത്. ഇവർ അറിയപ്പെട്ടത് ഈ പേരിലാണ്, ഉമ്മുൽ മസാക്കീൻ. മാത്രമല്ല ഉമ്മുൽ മുഅ്മിനീൻ കൂടിയാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഭാര്യമാരും ഉമ്മുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. അവർ ആദ്യം വിവാഹം ചെയ്തത് ഒന്നെങ്കിൽ ഹുസൈൻ ഇബ്നുൽ ഹാരിസ്, അതല്ല എങ്കിൽ തുഫൈൽ ഇബ്നുൽ ഹാരിസ്. ഇവരിൽ ഏതെങ്കിലും ഒരാളുടെ ഭാര്യമാരായിരുന്നു. ഇവരിൽ ആരുടേതാണ് എന്നതിൽ ആർക്കിടയിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. തുഫൈലിൻ്റെതാണോ അതല്ല ഹുസൈനിൻ്റെതാണോ? ഇവർ സഹോദരന്മാരാണ്. ഇവരിൽ ആരുടേതാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും ഇവരുടെ മരണശേഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരെ വിവാഹം ചെയ്യുന്നത്. പക്ഷേ അധികകാലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആർക്ക് ജീവിക്കാൻ സാധിച്ചിട്ടില്ല? സൈനബ് റളിയല്ലാഹു അൻഹക്ക് ജീവിക്കാൻ സാധിച്ചിട്ടില്ല. റസൂൽ വിവാഹം ചെയ്ത തൊട്ടടുത്ത വർഷം തന്നെ സൈനബ് റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. ഇവരിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കൾ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാ പ്രത്യേകമായി എടുത്തു പറയുന്ന അടുത്ത സംഭവം സുമ്മ ഗസ ഇല ഉഹദിൻ ഫീ ഷഹരി ശവ്വാൽ. എന്താണ്? ഉഹദ് യുദ്ധത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടതാണ്. ഉഹദ് യുദ്ധത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടതാണ്. നമ്മൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിജ്റ 3-ാം വർഷത്തിലാണ് നടന്നത് എന്നതിൽ, ഉഹദ് യുദ്ധം ഹിജ്റ 3-ാം വർഷത്തിലാണ് നടന്നത് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ മറ്റൊരഭിപ്രായമില്ല. അഥവാ ഹിജ്റ 3-ന് തന്നെയാണ് നടന്നത് എന്നതാണ് പണ്ഡിതന്മാരുടെ എല്ലാവരുടെയും അഭിപ്രായം. ഈ ഒരു യുദ്ധത്തിനെ പറ്റി സൂറത്തു ആലു ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. ഉഹദ് യുദ്ധത്തിനെ പറ്റി സൂറത്തു ആലു ഇമ്രാനിലെ ചില ആയത്തുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. ഏകദേശം 60ഓളം ആയത്ത് ഈ വിഷയവുമായി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഉഹദ് യുദ്ധം എന്ന പേര് വരാനുള്ള കാരണം? എന്തുകൊണ്ടാണ്? മസ്ജിദുൻ നബവിയുടെ കുറച്ചു ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതമാണ് ഉഹദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പർവ്വതമാണ് ഏത്? ഉഹദ് എന്നുള്ളത്. റസൂൽ പറയാറുണ്ട് എന്നാണ്, ആദാ ജബലുൻ ഉഹദ് യുഹിബ്ബുന വ നുഹിബ്ബു. ഇത് ഉഹദ് മലയാണ്, നമ്മൾ അതിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ അതിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്, അത് നമ്മളെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അതിന്റെ അടുത്ത് വെച്ചാണ് ഈ യുദ്ധം നടക്കുന്നത്. അഥവാ ഉഹദ് യുദ്ധത്തിന്റെ അടുത്ത് വെച്ചാണ് ഈ യുദ്ധം ഉഹദ് മലയുടെ അടുത്ത് വെച്ചാണ് ഈ യുദ്ധം നടക്കുന്നത്. അതുകൊണ്ടാണ് ഉഹദ് യുദ്ധം എന്ന് പേര് വന്നത്. എന്താണ് യുദ്ധം നടക്കാനുള്ള കാരണം? എന്താണ് ഇതിനുള്ള കാരണം? നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ബദർ യുദ്ധത്തിൽ കുഫാറുകൾക്ക് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അഥവാ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അബൂജഹലിനെ പോലുള്ളവർ അതിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ അവർക്ക് മുസ്ലിമീങ്ങളോട് വളരെയധികം ശത്രുതയും ദേഷ്യവും അത് വർദ്ധിച്ചിരുന്നു. അതിനാൽ തന്നെ അബൂ സുഫിയാനും, നമ്മൾ പറഞ്ഞിരുന്നു ഇതാണ് അവരുടെ കാരണം, അബൂ സുഫിയാനും 3000 ആളുകളും മുസ്ലിമീങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരാൻ അവർ തീരുമാനിച്ചു. ഇതാണ് ഒരു കാരണം. എന്താണ് യുദ്ധത്തിന് പിന്നിലുള്ള ലക്ഷ്യം? ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ ലക്ഷ്യം ബദറിന്റെ പകവീട്ടലാണ്. മറ്റുള്ളവർക്ക് മുന്നിൽ ഇവർക്ക് തല ഉയർത്തി നടക്കാൻ സാധിച്ചിരുന്നില്ല. ബദറിന് ശേഷം കുഫാറുകൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ സാധിക്കുന്നില്ല. അത് മാറ്റാനും അതുപോലെ തന്നെ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ നേതാക്കന്മാർ അവർക്ക് വേണ്ടി പകരം ചോദിക്കാനും വേണ്ടിയാണ് യുദ്ധം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇവർ ഷാമിലേക്കാണ്, നമ്മൾ പറഞ്ഞിരുന്നു ഷാമിലേക്കാണ് കച്ചവട ആവശ്യത്തിന് വേണ്ടി ഇവർ പോയിരുന്നത്. അപ്പോൾ ഇവർക്ക് തടസ്സമായിരുന്നു മുസ്ലിമീങ്ങൾ, മദീനയിലെ മുസ്ലിമീങ്ങൾ. കാരണം അവരെന്ത് ചെയ്യാറുണ്ട്? ഇവരെ ഷാമിലേക്ക് പോകുമ്പോൾ തടയാറുണ്ട്. ഇവരെ ഉന്മൂലനം ചെയ്യണമെന്ന ഒരു ലക്ഷ്യവും മക്കയിലെ കുഫാറുകൾക്ക് ഉണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ചിലർക്കെങ്കിലും തോന്നിയേക്കാം എന്തിനാണ് മുസ്ലിമീങ്ങൾ ഇങ്ങനെ അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയല്ലേ, അങ്ങനെയാണ് ചില ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്.
കൊള്ള സംഘം, അതുപോലെയുള്ള ചില വാക്കുകൾ പറഞ്ഞുകൊണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ സഹോദരങ്ങൾ, എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം? മദീനയിലുള്ള പല ആളുകളും യഥാർത്ഥത്തിൽ എവിടുത്തുകാരാണ്? മക്കക്കാരാണ്. എന്തായിരുന്നു അവർ മക്കയെ വിട്ട് മദീനയിലേക്ക് വരാനുള്ള കാരണം? മക്കയിലെ കുഫാറുകൾ ആ മക്കക്കാരായ മുസ്ലിമീങ്ങളെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുകയും അത് സഹിക്കവയ്യാതെ അവരവരുടെ സമ്പത്തും അതുപോലെ തന്നെ അവരുടെ പാർപ്പിടങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അള്ളാഹുവിന്റെ ദീൻ മതി എന്ന ആ ഉറച്ച ബോധ്യത്തോടുകൂടി അവരെന്ത് ചെയ്തു? മദീനയിലേക്ക് പലായനം ചെയ്തു. യഥാർത്ഥത്തിൽ അതാരുടെ സമ്പത്താണ് അവരുടെ കയ്യിലുള്ളത്? ഇപ്പോൾ മദീനയിൽ നിൽക്കുന്ന മുസ്ലിമീങ്ങളുടേതാണ്. അതവര് നേടിയെടുക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. ഈ സമയത്ത് അഥവാ ഇവരെ പ്രയാസപ്പെടുത്തി നാട് കടത്തിയപ്പോൾ ഇവരുടെ സമ്പത്തെല്ലാം കാഫിരീങ്ങൾ അപഹരിച്ചെടുത്തിട്ടുണ്ട്. അത് തിരിച്ചു വാങ്ങാനാണ് മുസ്ലിമീങ്ങൾ അവരെ വഴിയിൽ നിന്ന് തടസ്സപ്പെടുത്താറുള്ളത്. മാത്രമല്ല, മുസ്ലിമീങ്ങൾ യമനിലേക്ക് കച്ചവട ആവശ്യത്തിനും മറ്റും പോകുമ്പോൾ കാഫിരീങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്താറുണ്ട്. യമനിലേക്ക് മദീനയിലെ മുസ്ലിമീങ്ങൾ പോകുമ്പോൾ ഇവർ എന്ത് ചെയ്യാറുണ്ട്? പ്രയാസപ്പെടുത്താറുണ്ട്. അതിനു പകരം എന്ന നിലക്ക് കൂടിയാണ് ഇത് ചെയ്യാറുള്ളത്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വിവരം ലഭിച്ചു, 3000-ഓളം വരുന്ന ശത്രുക്കൾ നമ്മളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നുണ്ട് എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവെയുള്ള റസൂലിന്റെ ശൈലിയാണെന്ത്? ഒറ്റക്കൊരു തീരുമാനമെടുക്കാറില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് സഹാബിമാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ട് എന്ത് ചെയ്തു? അഭിപ്രായങ്ങൾ പങ്കുവെച്ചു. അപ്പോൾ ബദറിൽ പങ്കെടുക്കാത്ത ചില സഹാബിമാർ പറഞ്ഞു, നമുക്ക് എന്തായാലും യുദ്ധത്തിന് തിരിച്ചു പോകാം, അവരെ നമുക്ക് എന്ത് ചെയ്യാം? അവരെ തോൽപ്പിക്കാം, നമുക്ക് വിജയം അത് നമുക്ക് നേടിയെടുക്കാം എന്ന രൂപത്തിൽ ചില സഹാബിമാർ അവർ സംസാരിച്ചു. എന്നാൽ മറ്റു ചിലർ പറഞ്ഞു, അവർ മദീന ലക്ഷ്യം വെച്ച് മദീനയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചടിക്കാം. അതല്ലാതെ നമുക്ക് അങ്ങോട്ടേക്ക് പോയി പരസ്പരം ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥ അത് വേണ്ടതില്ല. മറിച്ച് അവർ മദീനയിലേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവരുമായി യുദ്ധം ചെയ്യാം എന്ന ഒരു അഭിപ്രായം വന്നു. അലാ കുല്ലി ഹാൽ, അവസാനം എന്താണ് ഉണ്ടായത്? നമുക്ക് എന്തായാലും അവരുമായി യുദ്ധത്തിന് പോയി അവരോട് യുദ്ധം ചെയ്യാമെന്ന് ഒരഭിപ്രായത്തിലെത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വീട്ടിലേക്ക് പോവുകയും യുദ്ധത്തിന് ധരിക്കുന്ന വസ്ത്രം ധരിച്ച് അസറിന് ശേഷം പുറപ്പെട്ടു. ഏകദേശം 1000-ഓളം വരുന്ന ആളുകളുമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടുന്നത്. ഇതുപോലൊരു വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര പേരാണുള്ളത്? 1000 ആളുകളുമായിട്ട്. എത്ര ആളുകളെയാണ്? 3000 ആളുകളെ നേരിടാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? പുറപ്പെട്ടു. ഏകദേശം ഉഹദിന്റെ അടുത്തെത്തിയപ്പോൾ നോക്കണം, മുനാഫിഖീങ്ങളുടെ നേതാവായ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്നവരും ചില ആളുകൾ എന്ത് ചെയ്തു? പിന്തിരിഞ്ഞ് മദീനയിലേക്ക് തന്നെ പോയി. മുനാഫിഖീങ്ങളിൽപ്പെട്ട ചില ആളുകൾ. എന്താണ് സഹോദരങ്ങളെ നിഫാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇസ്ലാം പൊതുവെ പ്രകടിപ്പിക്കുകയും ഇസ്ലാം പുറത്തേക്ക് പ്രകടിപ്പിക്കുകയും എന്നാൽ മനസ്സിൽ ഇസ്ലാമിനോട് അങ്ങേയറ്റത്തെ ശത്രുതയുമുള്ള ആളുകൾക്കാണ് മുനാഫിഖീങ്ങൾ എന്ന് പറയുക. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇല്ല എന്ന് കരുതൽ അത് യഥാർത്ഥത്തിൽ വിഡ്ഢിത്തമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല മുഅ്ജിസാത്തുകളും കൺമുന്നിൽ കാണുന്ന ആളുകൾ അവിടത്തേക്ക് നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ എത്ര ആളുകൾ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. മുനാഫിഖീങ്ങൾ അവർ പുറമെ ഇസ്ലാം കാണിക്കുകയും ഉള്ളിൽ ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളാണ്. അങ്ങനെ ഏകദേശം എത്ര ആളുകളാണ് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയത്? 300-ഓളം ആളുകളാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, 300-ഓളം മുനാഫിഖീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അതാ യുദ്ധത്തിന് പുറപ്പെട്ടവരിലാണ്. അപ്പോൾ എത്ര ആളുകൾ ഉണ്ടാകും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംഘത്തെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. ആലോചിച്ച് നോക്കൂ, ആ ഇസ്ലാം പടർന്ന് പന്തലിച്ചത് ഈ ഒരു അവസ്ഥയിൽ നിന്നാണ്. പ്രകടമായി കുഫാറുകളുടെ ശത്രുതയും മറ്റും, അതുപോലെ തന്നെ ഉള്ളിൽ നിന്നുള്ള ശത്രുക്കൾ മറ്റും. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ ഈ സമയം വരെ അള്ളാഹുവിന്റെ ദീൻ ഉയർത്തിയിട്ടുണ്ട് എങ്കിൽ എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായാലും ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ഇസ്ലാം അത് ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും. കാഫിരീങ്ങൾക്കത് അനിഷ്ടമുണ്ടാക്കിയാലും ശരി. അങ്ങനെ സഹോദരങ്ങളെ, കുഫാറുകളിൽ മുനാഫിഖീങ്ങളിൽ 300-ഓളം ആളുകൾ അവർ പിന്തിരിഞ്ഞു പോവുകയും മദീനയിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇത് വലിയൊരു അനുഗ്രഹമായി മാറി. കാരണം
ആരാണ് മുസ്ലിമീങ്ങൾ, അതുപോലെ തന്നെ ആരാണ് മുനാഫിഖീങ്ങൾ എന്നുള്ളത് ഈ ഒരു പുറപ്പാടിലൂടെ മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. വഴിമധ്യേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ ഒന്ന് നോക്കി. ഇപ്പോൾ ഉള്ള ആളുകളെ ഒന്ന് നോക്കിയപ്പോൾ അതിൽ ചെറിയ കുട്ടികളും ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു പല കുട്ടികൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യുദ്ധം ചെയ്യാനും യുദ്ധം ചെയ്യണ്ട എന്ന് പറഞ്ഞതിൽ കരഞ്ഞ സഹാബിമാർ വരെയുണ്ട്. ചില കുട്ടികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ചെയ്യണ്ട എന്ന് പറഞ്ഞതിൽ കരഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ചെറിയ കുട്ടികളെ എന്ത് ചെയ്തു? നിങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയച്ച കൂട്ടത്തിൽ. അന്ന് അദ്ദേഹത്തിന് 14 വയസ്സായിരുന്നു പ്രായം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, 14 വയസ്സായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് അന്നത്തെ പ്രായം. അങ്ങനെ സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ ശത്രുക്കൾ ഇപ്പോൾ എത്ര ആളുകളാണുള്ളത്? 3000-ലധികം ആളുകൾ. മുസ്ലിമീങ്ങളോ 700-ന്റെ അടുത്ത ആളുകളേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു 300ഓളം മുനാഫിഖീങ്ങൾ പോയി. അതിൽ പല ചെറിയ കുട്ടികളെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? തിരിച്ചയക്കുകയും ചെയ്തു. അങ്ങനെ ഉഹദിന്റെ ഭാഗത്ത് അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 50ഓളം വളരെ നൈപുണ്യമുള്ള 50ഓളം അമ്പെയ്ത്തുകാരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഉഹദിന്റെ മലമുകളിൽ നിർത്തിച്ചു. എന്നിട്ട് ആ ഭാഗത്ത് കൂടി വരുന്ന ശത്രുക്കളെ നിങ്ങൾ നേരിടണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വന്നവർ ഒരു ഭാഗത്തുണ്ട്, അതിന്റെ മറ്റൊരു ഭാഗത്ത് ഖാലിദ് ഇബ്നുൽ വലീദ് മറ്റൊരു ഭാഗത്തുണ്ട്. മൂന്നാമത്തെ ഭാഗത്ത് ആരാണുള്ളത്? ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ. ഈ 3 ആളുകളും പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ 3 ആളുകളും, അബൂ സുഫിയാൻ, അതുപോലെ തന്നെ ഖാലിദ് ഇബ്നുൽ വലീദ്, അതുപോലെ തന്നെ ഇക്രിമ റളിയല്ലാഹു അൻഹും അജ്മഈൻ. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കൊക്കെയാണ് ഹിദായത്ത് നൽകുക എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയാമായിരുന്നുവെങ്കിൽ ഇവരോട് യുദ്ധം ചെയ്യുമായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും പറയുന്ന കാര്യമാണിത്. മാത്രമല്ല ഇൻഷാ അല്ലാഹ് അത് വരുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് പൊട്ടുകയും അവിടുത്തെ മുട്ട് പൊട്ടി ചോര വരികയും ചെയ്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയാമായിരുന്നുവെങ്കിൽ സഹാബിമാരോട് കൂടിയാലോചിക്കുകയും നമ്മൾ യുദ്ധത്തിന് പോയാൽ ഇന്നത് സംഭവിക്കുമെന്ന് റസൂലിന് അത് ചെയ്യാതിരുന്നാൽ പോരെ? ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയില്ല എന്നതിന് വ്യക്തമായ തെളിവാണ് ഉഹദ് യുദ്ധം. അങ്ങനെ പറഞ്ഞു വന്ന ഈ 3 പേരും യുദ്ധത്തിലുണ്ട്. ഇതിൽ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അറിയപ്പെടുന്ന പേരെന്താണ്? അദ്ദേഹം അറിയപ്പെടുന്ന പേര്? സൈഫുല്ലാഹിൽ മസ്ലൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഊരിയെടുത്ത വാള് എന്നാണ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്. ഇതൊക്കെ യഥാർത്ഥത്തിലുള്ള സംഭവമാണ്. നമ്മുടെ യുവാക്കൾ ഇവരുടെ ചരിത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊർജമുണ്ടാകും. അദ്ദേഹത്തെ പറ്റി പറയുന്നതായി കാണാം, ഇസ്ലാമിലും ജാഹിലിയത്തിലും അദ്ദേഹം ഒരു യുദ്ധത്തിൽ പോലും തോറ്റിട്ടില്ല എന്നുള്ളതാണ്. ഇസ്ലാമിലും ജാഹിലിയത്തിലും ഒരു യുദ്ധത്തിൽ പോലും അദ്ദേഹം തോറ്റിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവേൽക്കാത്ത സ്ഥലമില്ല എന്നുള്ളതാണ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റേത്. അങ്ങനെ സഹോദരങ്ങളെ, ശനിയാഴ്ച ദിവസം നമ്മൾ പറഞ്ഞു വെള്ളിയാഴ്ചയായിരുന്നു പുറപ്പെട്ടിരുന്നത്. ശനിയാഴ്ച ദിവസം വളരെ ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. കാഫിരീങ്ങളുടെ പതാക വഹിച്ചയാളെ ഹംസ റളിയല്ലാഹു അൻഹു, അസദുല്ലാഹ് ഹംസ റളിയല്ലാഹു അൻഹു വകവരുത്തി. അങ്ങനെ ആ പതാക മറ്റൊരുത്തൻ വഹിച്ചു, അവനെയും വകവരുത്തി. മറ്റൊരുത്തൻ വഹിച്ചു. അങ്ങനെ 7ഓളം ആളുകളെ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു വകവരുത്തി. ഇങ്ങനെ ഏകദേശം 7അല്ല 9ഓളം വ്യക്തിത്വങ്ങളെ ഹംസ റളിയല്ലാഹു അൻഹു വകവരുത്തി. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അബൂ ദുജാന റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വ്യക്തിയും ഈ യുദ്ധത്തിൽ വളരെ ശക്തമായി പോരാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹംദല റളിയല്ലാഹു അൻഹു അദ്ദേഹവും ശക്തമായി പോരാടിയിട്ടുണ്ട്. ഹംദല റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. എന്താണ്? അദ്ദേഹത്തിനെ മലായിക്കത്തുകൾ കുളിപ്പിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അദ്ദേഹം എങ്ങനെയാണ് മരണപ്പെടുന്നത്? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ പുറകിൽ നിന്ന് ഒരാൾ വെട്ടി വീഴ്ത്തുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്.
അങ്ങനെ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയം തന്നെ കാണാൻ സാധിച്ചു. പലരും കുഫാറുകൾ പിന്തിരിഞ്ഞോടി പേടിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം നിർത്തിച്ച 50ഓളം ആളുകൾ അവർ കരുതി എന്തായാലും യുദ്ധം അവസാനിച്ചല്ലോ, ഇനി താഴേക്ക് ഇറങ്ങാമെന്ന്. കാരണം മുസ്ലിമീങ്ങൾ ശക്തമായി യുദ്ധം ചെയ്യുന്നുണ്ട്, കുഫാറുകൾ പേടിച്ചോടുന്നത് ഒരു ഭാഗത്ത്, ഇവർ മുകളിൽ നിന്ന് കാണുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 50 പേരോടായി ആ നിർത്തുന്ന വേളയിൽ പറഞ്ഞിരുന്നു, എന്താണ്, ഞാൻ അനുമതി നൽകാതെ നിങ്ങൾ ഇവിടെ നിന്ന് താഴേക്ക് വരാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞിരുന്നു. എന്നാൽ യുദ്ധം ജയിച്ചു എന്ന് കരുതി അവർ താഴേക്ക് ഇറങ്ങി. അവർക്ക് തെറ്റുപറ്റിയതാണ്, അല്ലാതെ ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കണം എന്ന മട്ടിൽ അവർ താഴേലേക്ക് വന്നതല്ല. അങ്ങനെ സഹോദരങ്ങളെ, ഇവർ താഴേലേക്ക് ഇറങ്ങിയപ്പോഴും ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് അവരെ അവിടെ നിർത്തിച്ചത്. അദ്ദേഹവും ചുരുങ്ങിയ സ്വഹാബിമാരും എന്ത് ചെയ്തില്ല, അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയില്ല. മറ്റ് എല്ലാ സ്വഹാബിമാരും അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയ ഈ സന്ദർഭത്തിൽ പേടിച്ചു ഓടിക്കൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അവർ പർവ്വതത്തിലേക്ക് നോക്കിയപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നവരെ കാണാത്തത് കണ്ടപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ചില ആളുകളെ കൂട്ടിക്കൊണ്ട് ആ പർവ്വതത്തിന് മുകളിൽ കൂടി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ മുസ്ലിം സൈന്യത്തിന്റെ അടുക്കലേക്ക് ഇരിച്ചു കയറുകയും അവരിൽ പലരെയും കൊല്ലുകയും ചെയ്തു. ഏകദേശം 70ഓളം സ്വഹാബിമാർ റളിയല്ലാഹു അൻഹും അവർ ഉഹദ് യുദ്ധത്തിൽ ശുഹദാക്കളായി. റസൂലിനെ കൊല്ലാനും അവർ തുനിഞ്ഞു. എന്നാൽ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലണമെങ്കിൽ ആ സ്വഹാബിമാരെല്ലാവരും മരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോമത്തിൽ തൊടാൻ സാധിക്കണമെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ സഹാബിമാരും മരിച്ചു കഴിഞ്ഞാലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. തൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഭവം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്കൊരു അമ്പിങ്ങനെ വരുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തറക്കാൻ പോകുന്ന വേളയിൽ അതാരുടെ മേലിലാണ് തറക്കുന്നത്? തൽഹ റളിയല്ലാഹു അൻഹുവിന്റേതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ദൂനക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ മരിച്ചതിന് ശേഷമല്ലാതെ അങ്ങ് മരിക്കുകയില്ല എന്ന സംഭവങ്ങളും മറ്റും നമുക്ക് ധാരാളമായി കാണാം. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ചരിത്രം നമുക്ക് എന്തൊക്കെയുണ്ട് എന്നത് അറിയാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. ധാരാളമായി വിശദീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം സമയം ആവശ്യം വരും. എന്നിരുന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ പല്ല് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ പല പ്രയാസങ്ങളും ഉണ്ടായിരുന്നെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല ചില മലായികത്തുകളെ ഇറക്കിക്കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് എന്ത് നൽകി? വിജയം അല്ലെങ്കിൽ സഹായം നൽകി. ചെറിയ രൂപത്തിൽ മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടെങ്കിലും മുഴുവനായി നോക്കുകയാണെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് അതൊരു വിജയം തന്നെയാണത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു വിജയം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ മുസ്ലിമീങ്ങളും മുനാഫിഖീങ്ങളും ആരാണ് എന്നത് ഉഹദ് യുദ്ധത്തിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റി. അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബിമാർക്കും ആരൊക്കെയാണ് മുനാഫിഖീങ്ങൾ, അതുപോലെ തന്നെ ആരാണ് മുസ്ലിമീങ്ങൾ എന്നുള്ള ആ ഒരു കാര്യം അവർക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മളും യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് അറിയാതെ സ്വഹാബിമാർ അവിടുന്ന് ഒരു ധാരണ പിശകിന്റെ പേരിൽ ധിക്കരിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. എന്നാലും അവരത് ഒഴിവാക്കി താഴേലേക്ക് ഇറങ്ങിയപ്പോൾ മുസ്ലിമീങ്ങൾക്ക് ബാധിച്ചത് വലിയ തിരിച്ചടിയാണ്. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പല മിമ്പറുകളിലും കേൾക്കുന്നു, പല ദർസുകളിൽ നമ്മൾ കേൾക്കുന്നു. എന്നിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കയറ്റുന്നില്ല എങ്കിൽ നമ്മളും പരാജിതരാണ്. പിന്നെ എന്ത് വിജയം നേടിയിട്ട്, അല്ലെങ്കിൽ എന്ത് വിജയമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതല്ലേ നമ്മൾ കാണുന്നില്ലേ, ഗസയിലെ മുസ്ലിമീങ്ങൾ അവർക്ക് വിജയം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ എന്ത് ചെയ്യാണ്? പല പ്രൊട്ടസ്റ്റും അതുപോലെയുള്ള കാര്യങ്ങൾ നടത്തി റോഡിൽ അവർ നിറയുകയാണ്. എന്നാൽ ഇതേ ആളുകൾ, അവരിൽ എത്ര പേർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഫ്ളലുൽ ജമാഅത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം വെള്ളിയാഴ്ച ദിവസത്തിലെ ജമാഅത്തായ ഫജ്ർ നിസ്കാരമാണ് എന്ന് പറഞ്ഞതിൽ അവരെത്ര പേർ പങ്കെടുത്തിട്ടുണ്ടാകും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സുന്നത്തുകൾ അത് പാലിച്ച ആളുകൾ എത്രയുണ്ടാകും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന കാര്യം ചെയ്യണം, നിങ്ങൾ ഇന്ന കാര്യം വർജിക്കണം എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ
എന്ത് വിജയത്തിനാണ് ഇവർ ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിൽ നമുക്ക് ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിലപാട് എന്തായിരിക്കണം? സമിഅന വഅതഅന, നമ്മൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. അത് നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി. നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിധിയുണ്ട്. ഏത് നമ്മുടെ അവയവങ്ങൾക്ക് ഏതൊക്കെ സാധനങ്ങൾക്ക് പരിധിയുണ്ടോ അതുപോലെ പരിധിയുള്ള സാധനമാണ് നമ്മുടെ ബുദ്ധി. ഇതിന് പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല, അതിന്റെ കണ്ണിന്റെ പരിധിയാണ്. അതുപോലെ തന്നെ ഈ മേശ എനിക്ക് പൊന്തിക്കാൻ സാധിച്ചേക്കാം, ഇതുപോലുള്ള 4 മേശകൾ ഉണ്ടെങ്കിലോ അതെനിക്ക് പൊക്കാൻ സാധിക്കുകയില്ല, അതെന്റെ ശക്തിയുടെ പരിധിയാണ്. അതുപോലെ തന്നെ ചെവിയിൽ ഇയർഫോൺ വെച്ച് കഴിഞ്ഞാൽ ഒരു ശബ്ദം വരെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മെസ്സേജ് വരും, നിങ്ങളുടെ ചെവിക്ക് കേടാണ് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ചെവിയുടെ പരിധിയാണ്. അതുപോലെ പരിധിയുള്ള സാധനമാണ് ബുദ്ധി എന്നുള്ളത്. ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പക്ഷേ അള്ളാഹും റസൂലും ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നന്മക്കാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അത് പ്രകടമായി നമ്മൾ കാണുന്നതുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല അത് മറച്ചു വെക്കും. എന്തിനു വേണ്ടിയാണ്? റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതുപോലെ മുഅ്മിനീങ്ങളുടെ സിഫത്താണ് എന്ത്? അദൃശ്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് മുഅ്മിനീങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മൾ വിജയികളാണ്. അതല്ല എങ്കിൽ നമ്മൾ തന്നെയാണ് നഷ്ടക്കാർ. ഇത്രയുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. പറഞ്ഞതിൽ വല്ല തിന്മയും വന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅല വഅലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഹദീസ് ക്ലാസ് ഉടനെ തന്നെ ആരംഭിക്കും.